ഹലോ എവരിവൺ, നമുക്ക് എന്ത് നോക്കാം. നമ്മുടെ +1 ക്ലാസ്സസ് തുടങ്ങാൻ പോവാണല്ലോ. നമ്മൾ ഇ-കൊമേഴ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സസ് തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്ത് അങ്ങനത്തെ തിരക്കിൽ നിൽക്കുന്നതായിരിക്കും. പലർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട്, പലർക്കും സീറ്റ് കിട്ടിയിട്ടില്ല. എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ. എന്തിനാണ് കൊമേഴ്സിലേക്ക് വന്നതെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. എന്നാൽ പലരും വളരെ ഇൻട്രസ്റ്റോടെ കൊമേഴ്സിലേക്ക് വന്നവരുണ്ട്. നിങ്ങൾ ഏത് ഗണത്തിൽപ്പെട്ടവരായിരുന്നാലും നിങ്ങൾ വിചാരിക്കാത്ത വഴിത്തിരിവുകൾ കൊമേഴ്സിന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സംശയവുമില്ല. നിങ്ങൾ കൊമേഴ്സിനെ കാര്യമായിട്ട് പഠിക്കണം. പ്ലീസ്, ഇവിടെ നിങ്ങളിപ്പോൾ തുടക്കത്തിൽ നിൽക്കുകയാണ്, +1 നിൽക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒന്നും എന്തില്ല, ഈ വെറുതെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വിഴുങ്ങിക്കളയാനായിട്ട് ഒന്നും നമ്മൾ കൊമേഴ്സിൽ പഠിക്കാനില്ല. എല്ലാം നമ്മളെ ജീവിതത്തിൽ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിന്നാൽ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ബി-കോം നിങ്ങളെ സഹായിക്കും. അതൊരു ബിസിനസ് എന്ന രൂപത്തിലായിരുന്നാലും ഒരു ജോലി എന്ന രൂപത്തിലായിരുന്നാലും, ബിസിനസ് എന്ന രൂപത്തിൽ നിന്നാണ് കുറച്ചും കൂടെ ഞാൻ ഇവിടെ ഊന്നൽ കൊടുത്ത് പറയുന്ന കാര്യം എന്താ, നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ +1 പഠിക്കുന്നതെന്നാണ്. +1ലും +2ലും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്. എന്നാൽ +1ൻ്റെ അകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് ഒന്ന് ഓട്ടിച്ച് നോക്കാം. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും ആധികാരികമായി ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും ആദ്യം, അല്ലേ? ഇതിനുമുമ്പ് ഇവിടെയും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനുള്ളത്? അവിടെ നമുക്ക് 11 മൊഡ്യൂളുണ്ട്. അതിൽ ആദ്യത്തെ മൊഡ്യൂളാണ് ഈ കാണുന്ന എന്തെന്ന് പറയുന്നത്, ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇത് 3 വാക്കും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഒന്നാലോചിച്ച് നോക്കി. എന്താണ് ബിസിനസ്, എന്താണ് ട്രേഡ്, എന്താണ് കൊമേഴ്സ് എന്ന് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത് ആസ് ഡെഫിനിഷൻ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റിയും ഉൾപ്പെടും. ഓക്കെ, നമ്മൾ പണമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഏതാണ്ട് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റി ഉൾപ്പെടും. ചില കാര്യങ്ങൾക്ക് എക്സംഷൻ ഉണ്ട്. എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നല്ലോ, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നിങ്ങൾ ബിസിനസ് പഠിക്കുന്ന നേരത്തെ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന നേരത്തെ കാണാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ട്രേഡ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് മാത്രമേ ട്രേഡിൻ്റെ അകത്ത് വരുന്നുള്ളൂ. പ്രൊഡക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രേഡിൻ്റെ അകത്ത് വരത്തില്ല. ഇടനിലക്കാരൻ മാത്രമാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് സാധനം വാങ്ങിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ട് വിൽക്കുക എന്ന് മാത്രമേ ട്രേഡിൻ്റെ അകത്തുള്ളൂ. അതാണ് ബിസിനസ്സും ട്രേഡും വ്യത്യസ്തമാകുന്നത്. ഇനി എന്താണ് കൊമേഴ്സ് എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, എന്താണ് കൊമേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ പഠിക്കുന്ന കൊമേഴ്സാണ്, നമ്മൾ +1 കൊമേഴ്സ് അല്ലേ. എന്നിട്ട് പലർക്കും എന്താണ് കൊമേഴ്സ് എന്താണെന്ന് അറിയില്ല. ഒന്നുമില്ല. കൊമേഴ്സ് എന്ന് പറയുന്നത് T+A എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ടി എന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ ട്രേഡ് തന്നെയാണ്. ട്രേഡിൻ്റെ കൂടെ ഓക്സിലറീസ് ഓഫ് ട്രേഡ് ഉണ്ട്, അഥവാ ട്രേഡിനെ സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ. അതായത് നമുക്ക് ഒരു സാധനം മറ്റൊരാളിലേക്ക് എത്തിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ചിന്തിക്കുക. ഈ സാധനം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഒരു വണ്ടിയിലായിരിക്കില്ലേ? അതുതന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുക. ട്രാൻസ്പോർട്ടേഷൻ ഈ പറഞ്ഞ ഓക്സിലറിയിൽ വരുന്ന ട്രേഡിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ സാധനം അവിടെ കൊണ്ട് എത്തിക്കണം. ഇയാൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അത്യാവശ്യം പരസ്യങ്ങളൊക്കെ വെളി വരണ്ടേ? പരസ്യം കൊടുക്കുന്നത്, അഡ്വർടൈസിങ് എന്താണ്? ട്രേഡിനെ സഹായിക്കുന്ന ഓക്സിലറിയാണ്. ഇതുപോലെ കുറച്ച് ഓക്സിലറീസ് ഉണ്ട്. അപ്പോൾ ഈ ട്രേഡിനെയും ഓക്സിലറീസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഈ പേര് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, മൊഡ്യൂൾ 1-ൻ്റെ എന്തൊക്കെയുണ്ട്? ഇന്ത്യയിലെ ബിസിനസ്സിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ബേസിക്കലി ബിസിനസ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണ്, നേച്ചർ എന്താണ്, അങ്ങനത്തെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ബിസിനസ്സും പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ ചെയ്യുന്നത് എന്താണ്? അയാളുടെ പ്രൊഫഷനാണ്. ഒരു ടീച്ചർ ചെയ്യുന്നത് എന്താണ്? അയാളുടെ പ്രൊഫഷനാണ്. പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. എന്താണ് ആ വ്യത്യാസം തുടങ്ങിയ ബിസിനസ്സിനെ കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചിട്ടുള്ളവരുടെ മനസ്സിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 1-ൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മൊഡ്യൂൾ 2-ലേക്കാണ്. നമ്മൾ അവിടെ എന്ത് മനസ്സിലാക്കി, എന്താണ് ബിസിനസ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എന്തൊക്കെ തരം ബിസിനസ് ഓർഗനൈസേഷൻ, എന്തൊക്കെ തരം ബിസിനസ്സുകളുണ്ട്? നമുക്ക് ഊഹിക്കാവുന്ന 1-2 കാര്യങ്ങളാണ്. ബട്ട് ബേസിക്കലി എന്തുണ്ട്? നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചിന്തിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടായിരുന്നല്ലോ തോന്നൂല, അത്രയേ ഉള്ളൂ. ഏറ്റവും ആദ്യം പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? ഇവിടെ ഒരു ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഇതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഒന്നിലധികം ആൾക്കാർ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ടല്ലേ. അവിടെ ഇവിടെ 2 പേര് ചേർന്ന് ചെയ്യുന്നുണ്ടല്ലേ, പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? നമ്മൾ ഈ പറയും പോലെ വലിയ വലിയ കമ്പനികളുണ്ട്. പിന്നെ ഈ ചില പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ഈ മാടമ്പിമാരൊക്കെ കാണാം അല്ലേ, കുടുംബപരമായിട്ട് ബിസിനസ് ചെയ്യുന്ന. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏത് സിനിമ പറയാം?
കഥാനായകൻ എന്ന് പറഞ്ഞ ദിലീപല്ല, ജയറാമിൻ്റെ ഒരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കഥയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് ഓർമ്മയില്ല, കണ്ടിട്ടുണ്ടോ? 100% കണ്ടിട്ടുണ്ടോ? പക്ഷേ പേര് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരില്ല. കഥാനായകൻ സിനിമയൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ജയറാം സ്വന്തം അച്ഛനെ തേടി പോകുന്നൊരു കഥയൊക്കെയാണ്, നല്ല രസമുള്ള കോമഡി സിനിമയാണ്, ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ അകത്ത് അവർ കുടുംബപരമായിട്ട് ചെയ്യുന്ന ഒരു പക്ഷേ എന്തെന്ന് വിളിക്കാം നമുക്ക്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്നൊക്കെ പറയാം. ഒരു ഹിന്ദു കുടുംബം, ഒരു ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു മതപരമായ കാര്യം എടുത്തിടുന്നു എന്ന് വിചാരിക്കരുത്. അങ്ങനെ നിയമപരമായിട്ട് സംരക്ഷണം അവർക്കുള്ളതുകൊണ്ടാണ് ഹിന്ദു എന്നൊക്കെ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കൂട്ടുകുടുംബം, ഹിന്ദു കൂട്ടുകുടുംബങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ബിസിനസ്സൊക്കെ ഉണ്ട്. അതിന് നിയമപരമായിട്ട് സംരക്ഷണവും ഇൻകം ടാക്സ് അടയ്ക്കാൻ നേരത്തെ ഒരു പ്രത്യേക പരിഗണനയും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്ന വലിയ കമ്പനികൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ എന്ന് പറയും. പിന്നെ എന്തുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസില്ലേ, നമ്മളെ ചുറ്റുമുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഒരു തരം ബിസിനസ്സാണ്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള, എന്നാൽ ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നത്. വ്യത്യാസമാക്കുന്ന അതാണല്ലോ, അവിടെ പ്രോഫിറ്റ് ആരൊക്കെ തമ്മിൽ ഷെയർ ചെയ്യണം, ഇല്ലെങ്കിൽ ആരൊക്കെയാണ് അതിലേക്ക് പൈസ കൊണ്ടുവരുന്നത് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങളനുസരിച്ചാണ് ഈ പറഞ്ഞ എന്തുണ്ടാവുന്നത്, ഫോംസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടൈപ്പുകളും ഓരോ ടൈപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, നേച്ചർ എന്താണ്, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ ടൈപ്പുകളെക്കുറിച്ച് പറയുന്നതാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന രണ്ടാമത്തെ മൊഡ്യൂൾ. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ്. എന്താണ് പബ്ലിക് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പബ്ലിക് എന്ന് പറയുന്നത് എല്ലാം എന്താണ്, സർക്കാർ സ്ഥാപനമാണ്. ഓക്കെ, എന്നാൽ പ്രൈവറ്റ് എന്ന് പറയുന്നതോ ഏതോ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സംഭവം. ഇനി ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമുക്ക് നമ്മുടെ വലിയ വലിയ കമ്പനികളുണ്ടല്ലോ, പെപ്സി പോലത്തെ കമ്പനികൾ, ലോകത്തെല്ലായിടത്തും, അല്ലെങ്കിൽ KFC പോലത്തെ കമ്പനികൾ, എവിടെ നോക്കിയാലും ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെയാണ് ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഈ മൂന്ന് ഫോമും തമ്മിലുള്ള എന്താണ് വ്യത്യാസം, എന്താണ് ഇവരുടെ ഓരോരുത്തരുടെയും പ്രത്യേകത എന്താണ്, അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 3ൻ്റെ അകത്ത് നോക്കുന്നത്. മൊഡ്യൂൾ 4ൽ പോയാൽ ബിസിനസ് സർവീസസ് ഉണ്ട്. ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ട്രേഡും ഉണ്ട്, ഓക്സിലറീസ് ഓഫ് ട്രേഡും ഉണ്ട്. അതിൻ്റെ അകത്ത് പല സർവീസസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു സർവീസ് അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സിനിമ തിയേറ്ററിൽ ചെന്ന് സിനിമ കാണും, അവർ നമുക്ക് തരുന്നത് എന്താണ്, ഒരു സർവീസാണ്. ഇത്തരത്തിൽ ബിസിനസ്സിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് സർവീസുകൾ അല്ലെങ്കിൽ സർവീസ് ആയിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഒരു ഫിസിക്കൽ സാധനത്തിൽ നമുക്ക് കയ്യിലെടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ സാധനത്തിൻ്റെ ബിസിനസ് നടത്തുന്നതും ഒരു സർവീസിൻ്റെ ബിസിനസ് നടത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണ് ആ വ്യത്യാസം നമുക്ക് എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കും, എങ്ങനെ പോസിറ്റീവായിട്ട് വരും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. പക്ഷേ നമ്മളൊന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കൊള്ളാവുന്ന ഒരുപാട് കാര്യങ്ങൾ മൊഡ്യൂൾ 4ൻ്റെ അകത്തുണ്ട്. ഇനി 5ാമത്തെ മൊഡ്യൂൾ എന്താ പറയുന്നത്, എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ്. എന്താണ് എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി നിൽക്കുന്ന സാധനം എന്താ, കൊമേഴ്സ് എന്ന് പറയല്ലേ. നമ്മുടെ ആമസോൺ പോലത്തുള്ള വലിയ വലിയ കമ്പനികൾ ഒരുപാട് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ആ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണ്? ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൊമേഴ്സ് സൈറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണോ? ചുമ്മാ കയറി തുടങ്ങാൻ പറ്റുമോ? ചുമ്മാ കയറി തുടങ്ങാൻ പറ്റുമോ? ഒരു സംശയമില്ല. ഒരുപാട് ആയിരക്കണക്കിന് വഴികളുണ്ട്. ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊമേഴ്സ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൊമേഴ്സ് തുടങ്ങാനുള്ള വഴികൾ പറഞ്ഞുതരാം. അപ്പോൾ അത്തരത്തിൽ ഒരു ബേസിക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്താണ് കൊമേഴ്സ് ബിസിനസ്, അല്ലെങ്കിൽ എന്താണ് ബിസിനസ്, എന്തൊക്കെയാണ് അതിൽ വേണ്ട സാധനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ വളരെ രസകരമായിട്ട് പറഞ്ഞു തരുന്നതാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. ഇനി എന്താണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. എന്താണ് മക്കളെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്? സാമൂഹിക പ്രതിബദ്ധത എന്ന് മലയാളത്തിൽ പറയും. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്ത് പോകുമ്പോൾ, ബിസിനസ് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി ഇങ്ങനെ വളർന്ന് വരുമ്പോൾ അവർക്ക് ഈ പ്രോഫിറ്റൊക്കെ കൊടുക്കുന്ന ആരാ? എന്തൊക്കെ പറഞ്ഞാലും എന്ത് തന്നെയാണ്, ഈ പാവപ്പെട്ട ജനങ്ങൾ തന്നെയാണ്, അല്ലെ അവരുടെ കൺസ്യൂമേഴ്സ് ആരൊക്കെയാണോ അവരൊക്കെ തന്നെയാണ് ഈ ബിസിനസ്സുകളെ വളർത്തിയെടുക്കുന്നത്. പണ്ട് തൻ്റെ പാർട്ടി തുടങ്ങാൻ വേണ്ടി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രജനീകാന്ത് നടത്തിയ പ്രസംഗം കേട്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ നേടിയ ഓരോ രൂപയും എൻ്റെ കുടുംബത്തിലേക്കല്ല വന്നു ചേരേണ്ടേ, അത് നിങ്ങൾ 5 രൂപ ടിക്കറ്റ് എടുത്ത് തറയിലിരുന്ന് കണ്ട പൈസയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസകരമായിട്ട് രജനീകാന്ത് അന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സംഭവം തന്നെയാണ് ഇവിടെയും. ഏത് കമ്പനി അവർ പ്രൊഡക്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ പൈസ തന്നത്, അല്ലാതെ പെപ്സിക്കാരൻ ചെന്ന് വഴി നിൽക്കുമ്പോൾ നമ്മൾ എന്നാ വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ തിരികെ വെച്ച് കൊടുത്തതല്ല. എങ്കിൽ പോലും നമ്മളെന്താണ്, നമ്മൾ
നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിന്ന സമൂഹത്തിന് തിരിച്ച് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ എടുത്തു പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ചാരിറ്റി പ്രവർത്തനം മാത്രമല്ല. ശ്രദ്ധിക്കുക, ഒരു കമ്പനി ചെന്ന് ചാരിറ്റി പ്രവർത്തനം നടത്തുമെന്ന് മാത്രം വിചാരിച്ച് കളയരുത്. പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്. അതാണ് ചാരിറ്റി ആയിട്ട് ആരെങ്കിലും 5 പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട രോഗിക്ക് ഒരു പൈസ കൊടുക്കുന്നു. അത് മാത്രമല്ല സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം വളരെ 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 വലുതാണ്. ഓക്കെ, അതെന്താണെന്ന് ആ വലിപ്പം ഞാൻ പറഞ്ഞ ആ വലിപ്പം എന്താണെന്ന് നിങ്ങൾക്ക് എപ്പോൾ മനസ്സിലാവും? ഈ മൊഡ്യൂൾ 6 പഠിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്? ബിസിനസ്സിൻ്റെ ഒരു എന്ത് പറയാം, നമ്മൾ എത്തിക്സിൻ്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? ഗൂഗിൾ പറയുന്നു എത്തിക്സിനെ നീതിശാസ്ത്രം എന്ന് വിളിക്കാൻ. നമുക്കതൊന്നും വേണ്ട. അപ്പം ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അകത്ത് ശരിയെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതാണ് ബിസിനസ് ചെയ്യേണ്ട ശരിയെന്ന് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, പക്ഷേ അതിന് നിയമപരമായിട്ട് സാധുതയുണ്ട്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ബിസിനസ്സിനകത്ത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വീണ്ടും പറയുന്നത് ചാരിറ്റി പോലത്തെ കാര്യങ്ങളാണെന്ന് വിചാരിക്കരുത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമായിരുന്ന കാര്യത്തിനെ ശരിയായ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. എത്തിക്സിനെ കുറിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കഥ എഴുതുകയാണ്. നിങ്ങൾക്ക് അവിടെ 2 വഴികളുണ്ട്. ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങളുടെ കഴിവനുസരിച്ച് സ്വന്തമായിട്ടൊരു കഥ എഴുതി പ്രസിദ്ധീകരിക്കാം. അതേ സമയത്ത് മറ്റൊരാൾ പ്രസിദ്ധീകരിച്ച ഒരു കഥയിൽ നിന്ന് വായിച്ച് കോപ്പി അടിച്ച് വേണമെങ്കിൽ എഴുതാം, ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ. 2 നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്ത് തീർത്തു. പക്ഷേ ഇവിടെയാണ് നിങ്ങളുടെ എത്തിക്സ് നിങ്ങൾ കാണിച്ചത്, അല്ലേ? ഇപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു. ഇതൊന്നും അല്ല, ഒരുപാട് രസകരമായിട്ട് കാര്യങ്ങളകത്തുണ്ട്. പക്ഷെ നമ്മളൊന്നും ചിന്തിക്കാത്ത, അയ്യോ ഇത്ര വലിയ കാര്യമായിരുന്നു നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ബിസിനസ് എത്തിക്സിനെ കുറിച്ച് പറയാനുണ്ട്. ഒന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ MCOM എത്തുമ്പോൾ, നിങ്ങൾക്ക് BCOM എത്തിയിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നത്, MCOM എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പേപ്പർ തന്നെ, ഒരു ഫുൾ ബുക്ക് തന്നെ എത്തിക്സിനെ കുറിച്ച് പഠിക്കേണ്ട. ആലോചിച്ചൊക്കെ എന്തുമാത്രം വ്യാപ്തിയുള്ളതാണെന്ന്. അത്തരം കാര്യങ്ങളാണ് മൊഡ്യൂൾ 6 പറയുന്നത്. ഇനി മൊഡ്യൂൾ 7 പോവുകയാണെങ്കിൽ, ഫോർമേഷൻ ഓഫ് എ കമ്പനി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്കൊക്കെ എന്താ ഇപ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ, അന്നൊക്കെ ഇത് വളരെ വിശദമായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പലയിടത്തും തെറ്റുകൾ പറ്റില്ലായിരുന്നു എന്ന് കുറ്റബോധം തോന്നുന്ന ഒരു ചാപ്റ്ററാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി എങ്ങനെ തുടങ്ങാം, ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ എന്താണ് നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്താണ്, അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടി ഞാൻ ആരെയൊക്കെ സമീപിക്കണം, എന്തൊക്കെ ഞാൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട്, ഞാൻ ഡീറ്റെയിൽഡായിട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വിചാരിച്ച് കളയരുത്. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ ഏറ്റവും രസകരമായിട്ട് പറഞ്ഞൊരു ചാപ്റ്റർ ആയിരുന്നു ഫോർമേഷൻ ഓഫ് എ കമ്പനി. സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അത് എവിടെ നിന്ന് തുടങ്ങണം, നമുക്ക് കേൾക്കുമ്പോൾ ഒന്നിരിക്കുമ്പം, ഫോർ എക്സാമ്പിൾ, ആദ്യം പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരൊറ്റ വാക്കിൽ അവർ പറഞ്ഞ് നിർത്തുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ അത്യാവശ്യമില്ല, വെറുതെ തിയറി ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. ബട്ട് സ്റ്റിൽ നിങ്ങൾ പിന്നീട് ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഉപയോഗം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയണം, അന്ന് ദുഃഖിക്കാതിരിക്കാൻ ഇതിനെ ഇപ്പോൾ ഒരല്പം സീരിയസ് ആയിട്ട് കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒരു ബേസിക് ഐഡിയ, ഒരു ന്യൂസ് പേപ്പറിനും അല്ലെങ്കിൽ വേറെ ഒന്നിനും തരാൻ പറ്റാത്ത ഒരുപാട് ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് എങ്ങനെ ഒരു കമ്പനി തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. നമുക്ക് എങ്ങോട്ട് പോകാം? 8ാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഓക്കെ, എന്താണ് ഫിനാൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഫിനാൻസിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ അത്ര ഡെപ്തായിട്ട് അറിയണ്ട. പണത്തിൻ്റെ കളിയാണ് ഫിനാൻസ് മൊത്തം. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങൾക്ക് അവിടെ എന്ത് വേണം? അത്യാവശ്യം കാശ് വേണം. അറിയാലോ, ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും കാശ്, അല്ല ഞാൻ പറയുന്നു, ₹0 തുടങ്ങാവുന്ന, $0 തുടങ്ങാവുന്ന ബിസിനസ്സുകളുണ്ട്. ബട്ട് സ്റ്റിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പണത്തിൻ്റെ ആവശ്യം എപ്പോഴും ബിസിനസ്സിനുണ്ട്. അപ്പോൾ എവിടെ നിന്നൊക്കെ ഫണ്ട് കണ്ടെത്തും? ഈ ഫണ്ടിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരുന്നത് എന്താണ്? നിങ്ങളുടെ അമ്മൂമ്മയുടെ നിന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ അച്ഛൻ്റെ നിന്ന് വാങ്ങാം, അമ്മയുടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ നിന്ന് വാങ്ങാം, അങ്ങനെ പല കാര്യങ്ങളായിരിക്കും. പക്ഷേ എൻ്റെ പൊന്നുമക്കളെ, അതൊന്നുമല്ല. വളരെ വളരെ വലിയൊരു ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഒരുപാട് സോഴ്സസ് ഉണ്ട്. നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണമെന്നുള്ള ആശയത്തിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ പണം തന്ന് സഹായിക്കാൻ, അപ്പോൾ നിങ്ങൾക്ക് വലിയ ഫണ്ടൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളെ പണം തന്ന് സഹായിക്കാൻ ഒരുപാട് പേര് പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ഇങ്ങനെ വഴി വന്ന് മുട്ടി നിൽക്കുകയാണ്. പക്ഷെ എന്ത് വേണം? നിങ്ങളുടെ വഴിയിൽ, നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് എന്ത് വേണം? കോൺഫിഡൻസ് വേണം. എങ്കിൽ ഫിനാൻസ് ഒരു പ്രശ്നമാവില്ല. പിന്നെ തിരിച്ചടയ്ക്കുന്നത് പണിയാണ്, അതിനെ എടുത്തു പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വഴിയിൽ കാത്തു നിൽപ്പുണ്ട് നിങ്ങളെ. മനസ്സിലായില്ലേ?
അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ സോഴ്സസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് പോലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല, ബിസിനസ് ചെയ്യുന്നവർക്ക് പോലും അറിയില്ല. അതിന് കാര്യം എന്താണ്, ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ തമാശയായിട്ട് ഇതിനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് പലർക്കും ഇതിനങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഈ പറയുന്നതൊന്നും എന്തല്ല, മിത്തല്ല, കഥകളല്ല ഇവിടെ പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാവനയല്ല, മറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ള വഴികളാണ്. ഫിനാൻസ് ഫണ്ട് കണ്ടെത്താൻ നിങ്ങളുടെ മുമ്പിലുള്ള വഴികളാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഡെപ്തിൽ മനസ്സിലാക്കിയ പരീക്ഷ എഴുതുക എന്നുള്ള രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയൊക്കെയോ ഫണ്ടിന് ഉപകാരപ്പെടും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു ബിസിനസ് നടത്തി പലയിടത്തു നിന്നും പല സോഴ്സിൽ നിന്നും ഫണ്ട് ഉപയോഗിക്കുന്ന ആളെന്ന നിലയ്ക്കാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്തുന്ന ഒരു തമാശയായിട്ട് തോന്നിയേക്കാം. അങ്ങനെ ഇപ്പോഴേ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങളിൽ എത്തും. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം, MSME ആൻഡ് ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്ററിൻ്റെ പേര് സ്മോൾ ബിസിനസ് എന്നായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഇതൊരു ചെറിയ ബിസിനസ്സാണ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. എന്നാൽ നിയമത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബിസിനസ്സിനെ വലിപ്പത്തിനനുസരിച്ച് മൂന്നായിട്ട് തിരിക്കാം. എന്താണ്, മൈക്രോ ബിസിനസ് എന്ന് പറയാം, സ്മോൾ ബിസിനസ് എന്ന് പറയാം, പിന്നെ മീഡിയം ബിസിനസ് എന്ന് പറയാം. എന്താണ് മൈക്രോ, എന്താണ് സ്മോൾ, എന്താണ് മീഡിയം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു നിയമമാണ്. ഓക്കെ, MSME ആക്ട് ഉണ്ട്, ഒരുപാട് സപ്പോർട്ടുകളുണ്ട്. ഒരു കമ്പനി ഫോർമേഷൻ, നമ്മൾ 7ാമത്തെ ചാപ്റ്റർ പറഞ്ഞത് ഓർമ്മയായിട്ട് വിശ്വസിക്കുന്നു. കമ്പനി ഫോർമേഷനെ കുറിച്ച് അതിൻ്റെ അകത്ത് ഒരുപാട് ചടങ്ങുകളുണ്ട്. പക്ഷേ അതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഏതൊരു സാധാരണക്കാരനും രജിസ്റ്റേർഡ് ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് MSME എന്ന് പറയുന്നത്. MSME രജിസ്ട്രേഷൻ എടുക്കാൻ അതെങ്ങനെയാണ് ഈ ചാപ്റ്ററിൻ്റെ അവസാനം പറയുന്നുണ്ട് കേട്ടോ, ഉറപ്പായിട്ടും കേൾക്കണേ, മറന്നുപോലെ. അപ്പോൾ MSME പഠിപ്പിക്കും, ഇപ്പോൾ അല്ല. ഓക്കെ, അപ്പോൾ MSMEയുടെ എങ്ങനെ ഫോം ചെയ്യാം, എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാം തുടങ്ങിയ സിമ്പിൾ കാര്യങ്ങളാണ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് ഫണ്ട് എങ്ങനെ കണ്ടെത്താമെന്നും എടുത്ത് പറയുന്നുണ്ട്. കുറേ ബാങ്കുകളുണ്ട്. നമ്മുടെ ICIC അല്ലെങ്കിൽ IDBI ഉള്ള ബാങ്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബാങ്കുകൾ എന്ത് ടൈപ്പ് ബാങ്കാണ് മക്കളെ? നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ എന്ന് പറയും. ഇത്തരം നമ്മുടെ ബിസിനസ് പോലുള്ള സംഭവങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയവയാണ്. അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഫണ്ട് തരുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് കണ്ടെത്താൻ, ഒരു ബിസിനസ്സിന് ഫണ്ട് കണ്ടെത്താൻ, ഒരു ചെറിയ ബിസിനസ്സിന് രജിസ്ട്രേഷൻ എടുക്കാനൊക്കെ വളരെ എളുപ്പമാക്കിയാണ് ഇപ്പോഴത്തെ ഒരു പുതിയൊരു പോക്ക്. MSMEക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കാര്യങ്ങളാണ് MSME ആക്റ്റൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, അപ്പോൾ നമുക്ക് എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാൻ തുടങ്ങിയ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും MSME ആക്റ്റിലൊക്കെ രജിസ്റ്റർ ചെയ്താൽ. ഓക്കെ, വളരെ എളുപ്പമാണ്, ഒരു മുൻപരിചയവും വേണമെന്നൊന്നുമില്ല. അതൊക്കെ എങ്ങനെയാണെന്ന് ഈ മൊഡ്യൂളിനകത്ത് പറയുന്നുണ്ട്. ഇനി മൊഡ്യൂൾ 10-നകത്ത് ഇൻറ്റേർണൽ ട്രേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻറ്റേർണൽ ട്രേഡിനെ കുറിച്ച് കുറൽപ്പം നമുക്ക് പരിചിതമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതാണ് ഇൻറ്റേർണൽ ട്രേഡ്. കേൾക്കുമ്പം നമുക്ക് ഇന്ത്യയുടെ അകത്ത് നടത്തുന്ന ട്രേഡ് അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ എന്താണ് റീറ്റെയിൽ സെയിൽ, എന്താണ് ഹോൾസെയിൽ സെയിൽ? റീറ്റെയിൽ എന്നും ഹോൾസെയിൽ എന്നും നമ്മൾ വെറുതെ പറഞ്ഞു നിർത്തുമെങ്കിലും അതിൻ്റെ വ്യാപ്തി ഒന്ന് പറയാൻ പോയാൽ ഒരുപാട് കാര്യങ്ങൾ അകത്തിങ്ങനെ ക്ലാസിഫിക്കേഷനായിട്ട് പറയാൻ പറ്റും. അതായത് നമ്മൾ വെറുതെ കണ്ടുപോയ പല ബിസിനസ്സിൻ്റെയും യഥാർത്ഥത്തിൽ അത് എന്ത് ടൈപ്പ് ബിസിനസ് ആയിരുന്നു, മനസ്സിലായില്ലേ? അങ്ങനത്തെ കുറച്ച് ഉത്തരങ്ങളൊക്കെ തരുന്നത്. ഇപ്പം നമ്മൾ മോൾ പോലത്തെ കാര്യങ്ങളൊക്കെ, ഷോപ്പിംഗ് മോൾ പോലത്തെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എന്തൊക്കെയാണ് പ്രത്യേകത? നിങ്ങൾക്കൊരു ചോദ്യമുണ്ട് എപ്പോഴും, റീറ്റെയിലാണോ ഹോൾസെയിലാണോ സെയിൽസിന് നല്ലത്? ഇതിനുള്ള ഉത്തരം നിങ്ങൾക്കൊന്ന് കണ്ടെത്താൻ പറ്റും. കാര്യം ഇത് രണ്ടിൻ്റെയും ഡെപ്തിലുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. അപ്പോൾ റീറ്റെയിലിലേക്ക് പോകണം, ഹോൾസെയിൽ ട്രേഡിലേക്ക് പോകണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തരുന്നതായിരിക്കും. ഫൈനലി ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? പേര് പറയുന്ന പോലെ തന്നെ ഒരു രാജ്യം വിട്ടുപോയുള്ള ട്രേഡ് നടത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് എപ്പോഴും 2 ചാപ്റ്ററായിട്ടായിരിക്കും തന്നേക്കുന്നത്. ഇത് കേരള സർക്കാർ പറഞ്ഞ ഒരു മോഡലിലാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഒറ്റ ചാപ്റ്ററിൽ പറയുന്നത്. ബുക്കിലൊക്കെ മിക്കവാറും 2 ഇതായിട്ടായിരിക്കും കാണുന്നത്. അപ്പം ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ അകത്ത് വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആർക്കും അറിയില്ല. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് ഇവിടെ നിന്ന് USA ഒരു സാധനം കയറ്റി അയക്കണം.
എന്ത് ചെയ്യണമെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പക്ഷേ റിയൽ പ്രൊസീജിയർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള റിയൽ പ്രൊസീജിയർ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് എന്താണ്, ഇപ്പോൾ ഇന്ത്യയിൽ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം തരുന്നുണ്ട് ഈ ചാപ്റ്റർ. കൂടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന പ്രൊസീജിയർ, ഇൻ്റർനാഷണൽ ട്രേഡ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിലും ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രൊസീജിയർ, അറിഞ്ഞിരിക്കേണ്ട 1-2 ഡോക്യുമെൻറ്റുകൾ, 1-2 ടേംസ്, അതൊക്കെ വളരെ രസകരമായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നൊരു ചാപ്റ്ററാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ബിസിനസ്സിനെ കുറിച്ച് ഒരു മികച്ച ഒരു ഐഡിയ തരുന്ന ഒരു ബുക്ക് തന്നെയാണ് +1 ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, വളരെ ഇൻട്രസ്റ്റിങ്ങോടെ നിങ്ങൾ ഒരു ജിജ്ഞാസയോടെ നിന്നാൽ നിങ്ങളെ ഭാവി വഴിതിരിച്ച് വിടാൻ കഴിയുന്ന ഒന്നാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്ററല്ല, ഈ ഒരു ഫുൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ചാപ്റ്റർ പിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. സോ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ നിൽക്കുക. നമ്മളിതിൽ ഓരോ ചാപ്റ്ററും ഡീറ്റെയിലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് ഒരു ഫുൾ കോഴ്സായിട്ട് തന്നെ തരുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ CA ഫാക്കൽറ്റീസും CMA ഫാക്കൽറ്റീസും പിന്നെ കോളേജ് പ്രൊഫസേഴ്സും അങ്ങനെ ഒരുപാട് പേരായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതൊന്നും ഫ്രീ ആയിട്ട് അങ്ങനെ വെളിയിൽ കിട്ടുന്ന സാധനമല്ല. നമുക്കും പെയ്ഡായിട്ട് കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ മറ്റൊരു മോഡൽ നോക്കുന്നതാണ്. നമ്മൾ യൂട്യൂബിലിട്ടിട്ട് യൂട്യൂബ് റവന്യൂ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും തരണ്ട. ബട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നിങ്ങൾ എത്ര സപ്പോർട്ടീവായിരിക്കുമോ അത്രയും പവർഫുള്ളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നിങ്ങളെ കൂടെ തന്നെ കാണാം. അപ്പോൾ എന്തുണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, ബി വെരി ഫ്രണ്ട്ലി വിത്ത് നമ്മൾ എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. സോ താങ്ക് യു.